ക്ഷേത്രസന്നിധി. നമസ്കാരം. പറക്കാട് ജ്യൂവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് താണിക്കോട് എന്ന ഗ്രാമപ്രദേശത്ത് ഒരു വലിയ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അങ്കമാലിയിൽ നിന്നും മഞ്ഞപ്ര അയ്യമ്പുഴ റൂട്ടിൽ താണിക്കോട് കോടാലി ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ മലമുകളിലുള്ള ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഒരു മലയുടെ മുകളിലുള്ള ചതുര ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി കയ്യിൽ വേലുമായി നിൽക്കുന്ന ബാലസുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ബാലസുബ്രഹ്മണ്യ സ്വാമിയെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ക്ഷേത്ര ശ്രീകോവിലിന്റെ മുന്നിലായുള്ള നമസ്കാര മണ്ഡപത്തിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ മയിൽ വാഹനവും, പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിൽ വനദുർഗയുടെ പ്രതിഷ്ഠയും, വടക്ക് കിഴക്ക് മൂലയിലുള്ള ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി, മണിനാഗം, ബ്രഹ്മരക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലായി 21 പടികളുണ്ട്. ഈ പടിയുടെ ഇരുവശങ്ങളിലുമായി ചെറിയ 2 ശ്രീകോവിലുകളിലായി ഗണപതി, ഹിഡുംബൻ എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. മലമുകളിലുള്ള താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലായി കാണുന്ന ഈ 21 പടികൾ. ഇതിൽ താഴെയുള്ള 18 പടികൾ സിദ്ധഗുരുക്കന്മാരും ഏറ്റവും മുകളിലെ 3 പടികൾ ത്രിമൂർത്തികളുമാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ 18 സിദ്ധഗുരുക്കന്മാരും ത്രിമൂർത്തികളും കുടികൊള്ളുകയും വ്രതാനുഷ്ഠാനങ്ങളോടെ 21 പടികൾ കയറി ദർശനം നടത്താവുന്ന കേരളത്തിലെ ഏക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. 7 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഈ 21 പടികൾ കയറി ഈ ക്ഷേത്രത്തിലെ ബാലമുരുകനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഈ ബാലമുരുകൻ നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരും എന്നാണ് വിശ്വാസവും അനുഭവവും. സത്സന്താന ലബ്ധിക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായി നിരവധി ഭക്തജനങ്ങളാണ് 7 ദിവസത്തെ വ്രതമെടുത്ത് 21 പടികൾ കയറി ഈ ക്ഷേത്രത്തിലെ ബാലമുരുകനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. എല്ലാ മാസത്തിലെയും ഷഷ്ടി ദിവസങ്ങളിലും കുംഭമാസത്തിലെ ഉത്സവ സമയത്തും മാത്രമാണ് ഈ പടികൾ ഭക്തജനങ്ങൾക്കായി തുറക്കുന്നത്. മകരമാസത്തിലെ രേവതി നാളിലും കുംഭമാസത്തിലെ ഉത്സവത്തിന്റെ തലേദിവസം പുണർദ നാളിലും പടിപൂജയും ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് കാര്യസിദ്ധിക്കായി പഞ്ചാമൃത അഭിഷേകവും വേൽ സമർപ്പണവും പ്രധാന വഴിപാടായി ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നു. കൂടാതെ മംഗല്യഭാഗ്യത്തിനും ദീർഘസുമംഗലി യോഗത്തിനുമായി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പട്ടു സമർപ്പണം ഭക്തജനങ്ങൾ പ്രധാന വഴിപാടായി നടത്താറുണ്ട്. ഓം വജദ്ഭുവേ നമ. ഭഗവാന്റെ താണിക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടുള്ള വഴിപാട് ക്രമങ്ങളാണ് പറയുന്നത്. ഭഗവാന് ഏറ്റവും വിശേഷമായിട്ടുള്ളത് 7 ദിവസം വ്രതമനുഷ്ഠിച്ച് ഭഗവാന്റെ പടി കയറി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വിശേഷം. ഏതാഗ്രഹമാണോ, സന്താന ലബ്ധിയാണോ, ഏതൊരാഗ്രഹമാണോ അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതമെടുത്ത് പടി കയറി ഭഗവാൻ അഭിഷേകം, പാലാഭിഷേകം നടത്തി കഴിഞ്ഞാൽ ഭഗവാൻ അത് സാധിച്ചു തരുന്നതാണ്. അതുപോലെ ഗണപതിക്ക് വിശേഷമായിട്ടുള്ള വഴിപാടാണ് അവിടെ കറുകമാല കെട്ടിച്ചാർത്ത ഗണപതിക്ക് വിശേഷമായിട്ടുള്ള അപ്പം, ഗണപതി ഹോമം, നിവേദ്യങ്ങളൊക്കെ നടത്തുക. ഹിഡുംബ ഭഗവാനും പുകല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ അത് മുരുകനോട്, സനാധിപതിയായിട്ടുള്ള ഹിഡുംബ ഭഗവാൻ മുരുകനോട് പറഞ്ഞ് അത് സാധിച്ച്, ഏത് കാര്യമാണോ അത് സാധിച്ചു തരുന്നതാണ് പറയുക. പ്രധാന ദേവതയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള വഴിപാടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിഷേകം തന്നെയാണ്. അഭിഷേകത്തിൽ എല്ലാ
ഞായറാഴ്ചകളിലും ഷഷ്ഠി ദിവസങ്ങളിലും പാലഭിഷേകം വിശേഷമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ നടത്തപ്പെടുന്നതും പാലഭിഷേകമാണ്. അപ്പോൾ 7 ആഴ്ചയൊക്കെ അടുപ്പിച്ച് പാലാഭിഷേകം നടത്തിയാൽ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ദുരിതങ്ങൾ കാര്യങ്ങളൊക്കെ മാറുന്നു. അഭിഷേകം കഴിച്ച പാല് സേവിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ശരീരത്തിനൊരു ഉണർവുണ്ടാക്കി തരുന്നൊക്കെ ആൾക്കാർ വിശ്വസിച്ച് പോരുന്നു. പിന്നെ പഞ്ചാമൃതാഭിഷേകം ഭഗവാന് വിശേഷമായിട്ടുള്ള അഭിഷേകമാണ്. ഭസ്മാഭിഷേകം ഷഷ്ഠി ദിവസങ്ങളിൽ ഈ അഷ്ടാഭിഷേകങ്ങൾ വിശേഷമായിട്ട് തേൻ, നെയ്യ്, കരിക്ക്, പാല്, തൈര് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് ഭഗവതിക്ക് നിവേദ്യം, കടുംബായുസ നിവേദ്യം, അതുപോലെ അർച്ചനകൾ, ധാരാളം അർച്ചനകൾ, മാല വഴിപാടായിട്ട് സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഭഗവതിയുടേതായിട്ടുള്ള ഐശ്വര്യം, അഷ്ടലക്ഷ്മികളുടെ ഐശ്വര്യം ഉണ്ടാകുന്നു എല്ലാവരും വിശ്വസിച്ചു പോരുന്നു. സർപ്പങ്ങൾക്ക് ഷഷ്ഠി ദിവസം മാത്രമാണ് പൂജ. അന്ന് മഞ്ഞപ്പൊടി ചാർത്തിയ ഒരു നിവേദ്യം മാത്രമാണ് നടക്കുക. വർഷത്തിൽ 2 പ്രാവശ്യമാണ് പാലും നൂറും സമർപ്പിച്ച് വിശേഷമായിട്ട് പൂജ. അത് പ്രതിഷ്ഠാദിനത്തിനും ഉത്സവത്തിനും മാത്രമാണ് സർപ്പങ്ങൾക്ക് പൂജയുള്ളൂ. സ്ഥലത്തിൻ്റെ ദേവതകളായതുകൊണ്ട് സർപ്പദേവതകൾക്ക് പാലും നൂറും മഞ്ഞപ്പൊടിയൊക്കെ ചാർത്തുന്നത് ഇവിടെ പരിസരത്ത് താമസിക്കുന്ന എല്ലാവർക്കും തന്നെ സർപ്പദോഷങ്ങൾ തീരാനൊക്കെ വളരെ പ്രാധാന്യമായിട്ട് ഉണ്ട്. അതുപോലെ ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം കത്തിക്കുക, എള്ളുപായസം നിവേദിക്കുക, ഇതൊക്കെ വളരെ വിശേഷമായിട്ട് ഇവിടെ നടന്നു വരുന്നതാണ്. താണിക്കോടുള്ള ഈ മലമുകളിൽ എങ്ങനെയാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഭഗവാൻ ഇവിടെ കുടികൊണ്ടത്? ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക്. ഉദ്ദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം കൊടുങ്കാടായിരുന്നു. അന്ന് ഈ കാടിനുള്ളിൽ നിരവധി സന്യാസിമാരും മുനിമാരും താമസിച്ചിരുന്നു. അവർ പ്രപഞ്ച ശക്തികളെയും മലദൈവങ്ങളെയും വനദുർഗയെയും സർവ്വ ഈശ്വരന്മാരെയും ഈ മലമുകളിൽ വെച്ച് ആരാധിച്ചിരുന്നു. അങ്ങനെ മലമുകളിലെ ഈ പ്രദേശം ദൈവചൈതന്യം നിറഞ്ഞ ഭൂപ്രദേശമായി മാറി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദൈവചൈതന്യം നിറഞ്ഞ ഈ താണിക്കോട് മലയിൽ കുടിയേറി പാർത്ത പൂർവികർ ഈ പ്രദേശത്തിന്റെ ചൈതന്യം അറിയാതെ തന്നെ ഇവിടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെയും വനദുർഗയെയും ആരാധിച്ചു വന്നു. ആദ്യകാലങ്ങളിൽ അവർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയും വനദുർഗയുടെയും ചിത്രങ്ങൾ വച്ചാണ് ആരാധന നടത്തിയിരുന്നത്. അങ്ങനെ ഇവിടെ ഈ താണിക്കോട് മലമുകളിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയും വനദുർഗയുടെയും ചൈതന്യം നിറഞ്ഞു. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയും വനദുർഗയുടെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കും വനദുർഗയ്ക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ നൽകി വരുന്നത്. കൂടാതെ പൂർവികരായ സന്യാസിമാരും മുനിമാരും ആരാധന നടത്തിയിരുന്ന സർവ്വ ഈശ്വരന്മാരുടെ ചൈതന്യവും 18 സിദ്ധഗുരുക്കന്മാരുടെയും ത്രിമൂർത്തികളുടെയും സാന്നിധ്യം ഇന്നും ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സങ്കല്പത്തിൽ 21 പടികൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഹരഹരോഹര. താണിക്കോട് മഹാക്ഷേത്രത്തിൽ വന്ന് ഞാൻ 7 ദിവസം ബന്ധമെടുത്ത് പ്രാർത്ഥിച്ച് പടി ചവിട്ടി. എൻ്റെ മോൾക്ക് 5 വർഷമായി, കുട്ടികളൊന്നും ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മോൾക്കൊരു കുട്ടി, ഞാൻ അവൻ്റെ പേര് മുരുകാന്നിട്ടേക്കണം, തൊട്ടിൽ സമർപ്പിച്ചു. മോൻ പടി കയറി ചവിട്ടി വന്നു. എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടും വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചാണ് എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായ. ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ശാന്തി എന്നോട് നമ്മുടെ ശാന്തി പറയായിരുന്നു, പ്രാർത്ഥിച്ചാൽ മതി കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുണ്ടായി കഴിഞ്ഞ ഒരു തൊട്ടിലും കൊച്ചിൻ്റെ പേര് മുരുകാന്നും ചോറും കൊടുത്തു ഇവിടെ അവന്. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഒരു മോനുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിള്ളേരുണ്ടായില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു 1-2 കുട്ടികളും കൂടി വേണം എന്നുള്ളത്. അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഒരു കൊച്ചിനെ കൂടി തരണേന്നെന്നും. ഇവിടെ അമ്പലം ഉണ്ടായില്ല അന്നൊക്കെ, ഇങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് നാൾ ഇങ്ങനെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് 2ാമത്തെ മോനെ പ്രഗ്നൻ്റായി. ആ സമയത്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കുറവാണ്, വളർച്ചയൊക്കെ കുറവാണ്, അപ്പോൾ അത് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6-7 മാസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയതുകൊണ്ട് അന്ന് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് വന്നിട്ടുണ്ടായില്ലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഓർത്തു, ദൈവമേ ഇതിനെ ഇങ്ങനെ കളയണേന്ന് ഓർത്തിട്ട് ഞാൻ അന്ന് ഈ അമ്പലം ഇല്ല, പക്ഷേ നടയ്ക്ക് വന്ന് ശരിക്കും കരഞ്ഞു ഞാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭഗവാനെ എനിക്കിതിനെ കിട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്കൊരു നല്ല കൊച്ചിനെ കിട്ടുക, ആണായാലും പെണ്ണായാലും എനിക്ക് കുഴപ്പമില്ല, ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ നടയിൽ നിന്ന് അതിനെ ശബരിമലയ്ക്ക് ഞാൻ വിട്ടോളാമെന്ന് നേർന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആശുപത്രി തന്നെ 7 മാസം കിടക്കുമായിരുന്നു ഇവിടെ മഞ്ഞപ്പുറ.
അത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, സരസു വെറുതെ എന്തിനാ നമ്മൾ ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയിട്ട്, കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, എന്തെങ്കിലും അംഗവൈകല്യം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല അബോർഷൻ ചെയ്യാനായിട്ട്. അത് ഞാൻ 10 മാസമൊക്കെ എനിക്ക് ഒരു നല്ല മോനെ കിട്ടി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് എനിക്കത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ ഭഗവാന്റെ കാരുണ്യമാണ് എനിക്ക് ആ മോനെ കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ മോന് 28 വയസ്സായി, ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. മോൻ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ മാസം. എനിക്കിപ്പോഴും ശരിക്കും സങ്കടമാവും. അത് പിന്നെ ഞങ്ങളിപ്പോൾ വീട് തൊട്ടടുത്ത് തന്നെയാണല്ലോ. എപ്പോഴാണെങ്കിലും ഇവിടെ കയറി വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വിളക്ക് വെക്കുന്ന സമയമൊക്കെ ആണെങ്കിലും നമ്മൾ ദീപാരാധനയുടെ സമയത്ത് മണിയടിക്കുന്ന പോലെ ശബ്ദം ഞങ്ങൾ കേൾക്കാറുണ്ട്. എനിക്ക് നല്ല വിശ്വാസമാണ്. ഒരിക്കലും ഞങ്ങൾക്കൊരു ഇങ്ങനെ പട്ടിണി, ദാരിദ്ര്യമോ ഒന്നും ഭയങ്കരമായിട്ട് പൈസ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ മക്കളൊക്കെ പഠിക്കുന്നുണ്ട്, ഫീസ് കെട്ടാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോഴും ഞാൻ ഈ വഴിക്ക് വന്നിട്ടുണ്ട്, ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നിന്ന് പോകുന്നൊരവസ്ഥയൊക്കെ ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ നിന്നൊന്ന് ചിലപ്പോൾ 2 തുള്ളി കണ്ണീരൊക്കെ വീഴും. എന്നാലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ആ പൈസ കിട്ടാറുണ്ട്. അതുപോലെ ഒരു ആശുപത്രി കേസ് അങ്ങനെയൊക്കെ വന്നാലും ചിലപ്പോൾ ബില്ലടയ്ക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോഴൊക്കെ ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ എനിക്ക് ആ കാര്യമൊന്ന് നടത്തി തരണേന്ന്. ഒരു 32 വർഷത്തോളമായി ഞങ്ങൾ ഈ നടക്കി വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ എനിക്കൊരു ഭക്ഷണത്തിനോ അല്ല ഒരു വസ്ത്രത്തിനോ ഒന്നിനും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മുട്ടും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ കൂട്ടുകാർ തന്നെ കല്യാണം നടക്കാത്ത ആളുകൾ, അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളുടെ നടയൊന്ന് കയറ്, ഷഷ്ടിയുടെ ദിവസം വരെ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വന്ന് വഴിപാടൊക്കെ കഴിച്ചിട്ട് കല്യാണം നടന്നവരുമുണ്ട്. പിള്ളേരുണ്ടാവാതെ അങ്ങനെ നിന്ന ആളുകൾക്ക് പിള്ളേരുണ്ടായതായിട്ടും എനിക്കറിയാം. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭഗവാൻ കൈവിടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആദ്യമൊക്കെ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥി നമ്മുടെ പ്രായത്തിൽ 10ാം ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്. ഇന്ന് ഇവിടെ PGക്ക് താഴെയുള്ളവരില്ല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും PG അതിന് മീതെ വിദ്യാഭ്യാസം. വീടുകളിൽ ശാന്തമായ ഒരു അന്തരീക്ഷം. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി കൊണ്ട് എല്ലാവരും ആളുകൾ ആഴ്ചയിൽ വന്ന് ഇവിടെ നടത്തുന്ന വഴിപാടുകൾ നടത്തും. ഗൈഡിൽ നിന്ന് ഒരാൾ തന്നെയെങ്കിലും എല്ലാ ദിവസങ്ങളിലും ഓരോ വീടുകളിൽ നിന്ന് വരും. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ. പിന്നെ ഷഷ്ടി എടുക്കുന്ന അമ്മമാരുണ്ട് പിള്ളേരുടെ പുരോഗതിക്ക് വേണ്ടി. പണ്ട് പാർവതി ദേവി മുരുകൻ വഴക്ക് കൂടി പോയപ്പോഴുള്ള തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ആ ഷഷ്ടി വ്രതം എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മക്കൾക്ക് പുരോഗതിക്ക് വേണ്ടി അമ്മമാർ, അച്ഛന്മാർ അവർ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് വരുന്നത്. അതിൻ്റെതായ ഗുണം നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ എല്ലാ പിള്ളേരും അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ PG വരെ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ കുട്ടികളില്ലാതെ ഷഷ്ടി വ്രതം ഇപ്പം ഒരു 12 മാസം എടുക്കാൻ പറ്റാത്തവർക്ക് സ്കന്ദഷഷ്ടി ഉണ്ട് ഒക്ടോബറിൽ. ആ 12 സ്കന്ദഷഷ്ടി എടുക്കുന്നവർക്ക് 12 ഷഷ്ടി എടുക്കുന്നവർക്ക് തുല്യമാണ്. അങ്ങനെ എടുത്ത് കുട്ടികളില്ലാതിരുന്ന മരുന്ന് കഴിച്ച് ചികിത്സയോടുകൂടെ ഇവിടെയും വന്ന് പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടായ പല അനുഭവങ്ങളുണ്ട്. താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഞാൻ 20 വർഷത്തിൽ കൂടുതലായി ഞാൻ ഭഗവാന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തും. അങ്ങനെ ഒന്ന് അതിക്ക് മുന്നേ വർഷമൊക്കെ എനിക്ക് അസുഖങ്ങളായിരുന്നു. ഞാൻ 10-15 വർഷം മുടങ്ങാതെ ലിസി ആസ്പത്രിയിൽ നിന്ന് മരുന്നൊക്കെ കഴിച്ച് നടന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് ഈ 20 വർഷത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ എനിക്കൊരു അസുഖമോ ഒന്നുമില്ല. അങ്ങനെ ഭഗവാൻ എനിക്കത് മാറ്റി തന്ന് നടക്കുന്നു. ഇപ്പോഴും ജലദോഷം തുമ്മലൊക്കെ വന്നതല്ലാതെ എനിക്കിങ്ങനെ വേണ്ടപ്പെട്ട ഇതായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖം ഇതുവരെ ഇല്ല. വർഷങ്ങളായി ഞാനൊരു മരുന്നൊന്നും കഴിക്കണില്ല. എനിക്ക് 10-61 വയസ്സായി. ഞാനൊരു 40 വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞാനിപ്പോൾ ഈ അമ്പലത്തിലേക്ക് ആയിട്ട് നടക്കണതാണ്. ഞാനിപ്പോഴും ഇതേവരെ മുടക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഭഗവാനിലേക്ക് അർപ്പിച്ച് ഞാൻ നടക്കണേ. അതുകൊണ്ട് എനിക്കൊരു അസുഖമില്ല. അങ്ങനെ ആരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആര് പോയാലും ആ ആൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ടുള്ളൂ. ഇന്നേ വരെ ഒരാളും വന്ന് എനിക്കത് കിട്ടിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത്. ഭഗവാൻ എല്ലാ ആൾക്കാരോടും നല്ല അഭിപ്രായത്തിൽ നല്ല അനുഗ്രഹം കൊടുക്കണതാണ് താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. നമുക്ക് ആഗ്രഹിക്കുന്ന, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഭഗവാന്റെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുവാണ്. പല കമ്പനിയിലൊക്കെ കയറി എനിക്ക് കുറേ റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 2-3 വർഷത്തോളം ഞാൻ 2014 കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവണത്. അപ്പോൾ എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു ജോലിയും അവിടെ ഇവിടെയും കിട്ടിയില്ല. ഇൻഫോ പാർക്ക് അങ്ങനെ എല്ലായിടത്തും പോയി അപ്ലൈ ചെയ്തു, അവിടെയൊന്നും കിട്ടിയില്ല. റിജക്ഷൻ മാത്രം വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസാന ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ച് മുടങ്ങാതെ പ്രാർത്ഥനയും വഴിപാടും ചെയ്ത് നല്ലപോലെ ഇതും കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ടെക്നോ പാർക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ജോലി കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല ഇതുപോലത്തെ പ്രധാന ഷഷ്ടി വഴിപാട്, സ്കന്ദഷഷ്ടി 21 ദിവസം വ്രതം എടുത്ത് ഈ പടി ചവിട്ടി കയറി
അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അപ്പോൾ ആര് ഇപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ച് ചോദിച്ചാലും അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ അത് നടത്തി തരും. താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. ഈ ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ പൂയം നാളിലും പ്രതിഷ്ഠാദിനം മകരമാസത്തിലെ രേവതി നാളിലുമാണ്. അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. താണിക്കോട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ പൂയനാളിലാണ്. ഈ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ദേശം എല്ലാവരും, ഈ ദേശത്തുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഞങ്ങളുടെ ഉത്സവം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അഭിഷേകം കലശാടുന്ന സമയത്ത് പരുന്ത് വട്ടം വിട്ട് പറക്കും. അത് ഞങ്ങളെല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ സാന്നിധ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഒരു വർഷം തന്നെയല്ല, എല്ലാ വർഷവും ഉത്സവ സമയത്ത് ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ പറയാനുള്ളത്, ഇവിടുത്തെ 3 ദിവസത്തെ ഉത്സവമായിട്ടാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത്. അന്നദാനത്തോടു കൂടി മറ്റ് കാവടി ഉത്സവങ്ങൾ. പണ്ട് കാലത്ത് മഞ്ഞപ്രായിന്ന് തുടങ്ങിയാണ് ഇതിൻ്റെ കാവടിയെല്ലാം ആരംഭിച്ച് ഘോഷയാത്രയോട് കൂടിയാണ് ഉത്സവ സമയത്ത് ക്ഷേത്രത്തിൽ വന്ന് താലപ്പൊലി ഇതോടുകൂടിയാണ് ഇവിടെ വന്ന് കയറാറ്. ഇപ്പം അത് വളരെ ഷോർട്ടായിട്ട് ചുരുക്കി ഇവിടെ അടുത്തൊരു ഉപ്പുകല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഇപ്പോഴത്തെ കാവടി ക്ഷേത്രം താലപ്പൊലിയോടുകൂടിയാണ് ഇപ്പോഴും ഞങ്ങളത് ആഘോഷിക്കുന്നത്. ഇവിടുത്തെ അന്നദാനമാണെങ്കിലും ജനങ്ങളുടെ സാന്നിധ്യം, എല്ലാ തരത്തിലും ജനങ്ങളുടെ ഒരു സാന്നിധ്യം, സഹകരണവും, വിവിധ ജാതി മത ഒരു പ്രത്യേക ജാതിയുടെ അല്ലാതെ എല്ലാ ജാതിക്കാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഉത്സവമാണ് ഞങ്ങളിവിടെ മതസൗഹാർദ്ദത്തോടു കൂടി നടത്തുന്നത്. ഇവിടെ വന്ന് വഴിപാട് നടത്തുന്ന ഒരാൾക്കും ഭഗവാന്റെ ഒരു സാന്നിധ്യവും ഒരു അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ അനുഭവങ്ങളും ഇവിടെ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നത്, അവരുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. താണിക്കോട് എന്ന ഈ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർ തികച്ചും സാധാരണക്കാരായ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനും നവീകരണത്തിനുമായി അവർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ വെച്ചാരാധന വെച്ച് പൂജിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. പിന്നെ ഈ കാണുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കുടുംബാംഗങ്ങളുടെയും നല്ലവരായ നാട്ടുകാരുടെയും കുറച്ച് ചെറുപ്പക്കാരുടെയും പ്രയത്നം കൊണ്ടാണ് ഈ കാണുന്ന ക്ഷേത്രമാക്കി നമ്മൾ ഉയർത്തി കൊണ്ടുവന്നത്. സാധാരണക്കാരായ കുറച്ച് ഇവിടെയുള്ള ജനങ്ങൾ കൂടുതലും സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രയത്നമാണ് ഈ കാണുന്ന ഒരു ക്ഷേത്രം ഇത്രയാക്കിയിടുന്നത്. സാമ്പത്തികം നമുക്ക് കുറവാണെങ്കിൽ പോലും രാത്രിയും പകലും നിന്നായാലും ഒരുപാട് അധ്വാനിച്ചാണ് ഇതിനാണ് ഇത്രയും ആക്കിയത്. കാരണം ഇത് പണ്ടൊരു പാറയായിട്ട് കിടന്ന സ്ഥലമാണ്. ഇത് ഇത്രയും കെട്ടിപ്പൊക്കി മണ്ണൊക്കെ അടിച്ച് ഫില്ല് ചെയ്തും ഇതുപോലൊരു ക്ഷേത്രം ഇതാക്കിയെടുത്തതും ചെറുപ്പക്കാരായ നാട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു പ്രയത്നം കൊണ്ടാണ് ഇത്രയും ആക്കിയെടുത്തത്. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യവും ഒരു ഊട്ടുപുരയുമാണ് നമുക്കിവിടെ അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടത്. മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താണിക്കോട് ഈ മലമുകളിലെ ശ്രീകോവിലിൽ കുടിയിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെയും മറ്റു ഉപദേവതകളെയും ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു. താണിക്കോട് മലമുകളിലെ സർവേശ്വരന്മാരുടെയും 18 ശൈവസിദ്ധന്മാരുടെയും ത്രിമൂർത്തികളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ചൈത്രയാത്ര തുടരുന്നു. പറക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി